അട്ടപ്പാടിയിൽ പോലീസുമായി ഏറ്റുമുട്ടൽ നടത്തിയ മാവോയിസ്റ്റ് സംഘത്തിലെ 2 പേരെ തിരിച്ചറിഞ്ഞുവെന്ന് DGP. 5 പേരെക്കുറിച്ച് പ്രാഥമിക വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. കേന്ദ്രസേനയെ വിളിക്കേണ്ട സാഹചര്യമുണ്ടെന്ന് കരുതുന്നില്ലെന്നും സംസ്ഥാന പോലീസ് മേധാവി വ്യക്തമാക്കി. കടുകുമണ്ണ വനമേഖലയിൽ പോലീസുമായി ഏറ്റുമുട്ടിയ മാവോയിസ്റ്റ് സംഘത്തിൽ വയനാട് സ്വദേശി സോമൻ, അട്ടപ്പാടി പന്നിയൂർപ്പടി സ്വദേശി അയ്യപ്പൻ എന്നിവരെയാണ് തിരിച്ചറിഞ്ഞതെന്ന് DGP സെൻകുമാർ പറഞ്ഞു. 5 അംഗ സംഘത്തിലെ മറ്റുള്ളവർ ആരാണെന്നത് സംബന്ധിച്ച് വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. മാവോയിസ്റ്റുകളെ നേരിടുന്നതിന് നിലവിൽ കേന്ദ്രസേനയെ വിളിക്കേണ്ട സാഹചര്യമില്ലെന്നും DGP പറഞ്ഞു. സെൻട്രൽ ഫോഴ്സസിനെ ഇപ്പോൾ വിളിക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. അതിനുള്ള സ്ട്രെങ്ത് ഒന്നും ഇല്ല. അത് ആ മലകളുടെ ഒരു പ്രത്യേകത കൊണ്ടും ട്രൈ ജംഗ്ഷൻ ആയതുകൊണ്ടുള്ള ബെനിഫിറ്റ് ഉപയോഗിച്ച് അവർ നടക്കുന്നതാണ്. മാവോയിസ്റ്റ് ഏറ്റുമുട്ടൽ നടന്ന അട്ടപ്പാടിയിലെ കടുകുമണ്ണ വനമേഖലയിൽ മാവോയിസ്റ്റുകൾക്കായുള്ള തിരച്ചിൽ തുടരുകയാണ്. അട്ടപ്പാടിയിലെ സംസ്ഥാന അതിർത്തി പ്രദേശങ്ങളിൽ തമിഴ്നാട് പോലീസും തിരച്ചിൽ നടത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസമുണ്ടായ ഏറ്റുമുട്ടലിൽ ഒരാൾക്ക് പരിക്കേറ്റിട്ടുണ്ടെന്ന സൂചനയെ തുടർന്ന് ഇവർ പുറത്തു കടക്കുന്നത് തടയുന്നതിനായി തമിഴ്നാട് ഭീകരവിരുദ്ധ സേന SI മാടസ്വാമിയുടെ നേതൃത്വത്തിലാണ് അതിർത്തി അടച്ചുള്ള പരിശോധന നടക്കുന്നത്. ഇന്നലെ നടത്തിയ പരിശോധനയിൽ കടുകുമണ്ണ വനമേഖലയിൽ നിന്നും വെടിയുണ്ടകൾ കണ്ടെടുത്തു. ഇവ പരിശോധിക്കുന്നതിനായി ബാലിസ്റ്റിക് വിദഗ്ധന് കൈമാറും. കേസിൽ പ്രതിചേർക്കപ്പെട്ട സോമനെക്കുറിച്ച് അഗളി DYSPയുടെ നേതൃത്വത്തിൽ വയനാട്ടിലും അന്വേഷണം നടത്തും. റിപ്പോർട്ടർ, തിരുവനന്തപുരം, പാലക്കാട്.